ഏറ്റവും വലിയ കുടുംബം, ഏറ്റവും വലിയ ഏകാന്തത. പാലക്കാട് ജില്ലയിലെ ഒരു ചെറുഗ്രാമം. അവിടെ ഇബ്രാഹിം 12 ഭാര്യമാരിൽ നിന്ന് 102 മക്കളും 578 പേരക്കുട്ടികളുമുള്ള ഒരാൾ. ഗ്രാമത്തിന്റെ അഭിമാനമായി പറയുന്നൊരു പേര്. ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബം എല്ലാവരും വിസ്മയത്തോടെ പറഞ്ഞിരുന്നു. വീട്ടിൽ എന്നും ഉത്സവം പോലെ ഒരു ശബ്ദം. ഓടുന്ന കാലുകളുടെ താളം, കരയുന്ന കുഞ്ഞുങ്ങളുടെ ശബ്ദം, ചിരിച്ചുതുള്ളുന്ന പേരക്കുട്ടികളുടെ കലഹം. പക്ഷേ, ആ കൂട്ടത്തിനിടയിൽ ഒരു ശൂന്യത മാത്രം ഇബ്രാഹിം മുത്തശ്ശന്റെ ഹൃദയത്തോട് ചേർന്ന് കിടന്നിരുന്നു. വളരെ പേർക്ക് അദ്ദേഹം സ്വന്തം മക്കളെ പേര് പറഞ്ഞു വിളിക്കാനായില്ല. ആർക്കാണ് ഏത് അമ്മ, ആരാണ് ഏത് മകൻ എന്ന് പലപ്പോഴും മറന്നുപോകും. അത് അദ്ദേഹത്തെ അകത്തളങ്ങളിൽ വേദനിപ്പിക്കുമായിരുന്നു. ഒരു ദിവസം 6 വയസ്സുകാരൻ ആദിൽ വീട്ടുമുറ്റത്ത് മുത്തശ്ശന്റെ അടുത്തേക്ക് ഓടിയെത്തി. ചെറിയ കണ്ണുകൾ നിറയെ കൗതുകം. മുത്തശ്ശ, ഞാൻ ആരുടെ മകനെന്ന് നിങ്ങൾക്കറിയാമോ? ചോദ്യമൊന്നു കേട്ടപ്പോൾ മുത്തശ്ശന്റെ ഹൃദയം പിടഞ്ഞു. വാക്കുകൾ വായിലേക്ക് വരാതെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം കുട്ടിയെ കെട്ടിപ്പിടിച്ചു. മോനെ, എനിക്ക് പേടിയാതെ പോയിരിക്കാം. പക്ഷേ നീ എന്റെ രക്തം, എന്റെ ഹൃദയം. അതാണ് സത്യമായ ബന്ധം. ആദിൽ ഒന്നും മനസ്സിലാക്കാതെ ചിരിച്ചു. പക്ഷേ മുത്തശ്ശന്റെ ഹൃദയത്തിൽ ഒരു വേദനയുടെ തിരമാല പൊട്ടിത്തെറിച്ചു. ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു അവൻ ലോക റെക്കോർഡ് നേടിയവൻ. ഏറ്റവും വലിയ കുടുംബം അവന്റേത്. പക്ഷേ, ഇബ്രാഹിം മുത്തശ്ശൻ മാത്രമറിഞ്ഞിരുന്നുടുകൾക്കപ്പുറം അവന്റെ ഹൃദയത്തിൽ വീണു കിടക്കുന്നത് പരിചയപ്പെടാനാവാത്ത സ്വന്തം മക്കളുടെയും പേരക്കുട്ടികളുടെയും മുഖങ്ങളാണ്.